ഇടുങ്ങിയ ഒരു വഴിയിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്രണ്ടിൽ പോവാണ്. വേണ്ട, ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ രണ്ട് സൈഡിലും ഇവിടെ കൊക്കയും ഇവിടെയും കൊക്കയാണ്. ഈ ഒരു പാറയുടെ നടുക്കേ കൂടെ അയറിനെ എനിക്ക് പേടിയാവണ്ട. നമ്മളപ്പോൾ ഇപ്പോൾ ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡിലൂടെയുള്ള വഴി കൂടെ നമ്മൾ ഇല്ലിക്കൽ കല്ല് ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ നോർമലി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലിക്കല്ല് നോർമലി ആ ഒരു വ്യൂ പോയിന്റിൽ ആ ഒരു ലൊക്കേഷനിലേക്കാണ്. പക്ഷേ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു മലയുടെ മുകളിലേക്കാണ് പോകുന്നത്. അതായത് ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് കുറച്ച് വഴി ഭയങ്കര മോശമാണ്. അതായത് മീൻസ് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ഒരു ട്രക്കിംഗ് ഒക്കെ ഉണ്ട്, അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നവർ എന്തെങ്കിലും വെള്ളമോ ഫുഡോ എന്തെങ്കിലുമൊക്കെ ചെറുത് കരുതുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഈ ഒരു മല മുകളിലേക്ക് കയറണമെങ്കിൽ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഏകദേശം ഇല്ലിക്കൽ കല്ലിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇനിയുണ്ട് കുറച്ചും കൂടെ. ചെരുപ്പുരിപ്പി നമ്മൾ അണച്ചിരിക്കുന്നു. ഞങ്ങൾ ഇത്രയും കൂടെ കയറി കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ല് ഇത് അവിടെ കാണുന്നതാണ്. ഇല്ലിക്കൽ കല്ല് അതിൻ്റെ ഈ കുരിശുമല ആ ഇല്ലിക്കൽ കല്ല് കാണാൻ പറ്റും. ഇതിലാണ് നമ്മൾ കയറി വന്നത്. കുറച്ച് റിസ്ക്കാണ്. സഞ്ചാരികൾ കേട്ടും ഇൻസ്റ്റയിലെ റീൽസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എല്ലാവരും വരുന്നുണ്ട്, ആളുകളൊക്കെ. നമ്മളിപ്പോൾ ആ കുന്നിൻ്റെ ഓൾമോസ്റ്റ് മുകളിലെത്തി. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു കുന്ന് കിടന്നിട്ട് വേണം, അപ്പുറത്താണ് ഈ ഇല്ലിക്കൽ കല്ല്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുവാണ്. ഇവിടെ ആളുകൾക്ക് നല്ലൊരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിവിടെ നിൽക്കുമ്പോൾ കാണാൻ കുറേ ആളുകൾ ആ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കുന്നും അതിൻ്റെ അപ്പുറത്ത് ആ ഒരു ചെറിയ കുന്നും കിടന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഇല്ലിക്കൽ കല്ലിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ എത്താൻ വേണ്ടി. ഗായ്സ്, ഇതാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ടോപ്പ്. അവിടെ ഉള്ളൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ അടുത്തൊരു കുന്നിലേക്ക് പോവുകയാണ്. അത് വഴി നമ്മുടെ ഈ ഒരു ഇല്ലിക്കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അതായത് ഇപ്പുറത്ത് കൊക്കയും ഇപ്പുറത്ത് മലയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഇതിലേക്കൂടെ നമ്മൾ കയറി പോവുകയാണ് മുകളിലേക്ക്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഫീലാണ്. നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ, പാറയുടെ ഇടുക്കുകളുടെ ഒക്കെ ഇടയിൽ കൂടെ. ഗൈസ്, ഇതാണ് ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ലിൻ്റെ നമ്മൾ നോർമലി പോകുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് കാണുന്ന ആ ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഇതേ കുറച്ച് ആളുകൾ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള മലയിലാണ് നമ്മൾ അടുത്തൊരു കുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കൊക്കയാണ്. നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ഒരു പോർഷനിലേക്ക് ഈ ഒരു സ്റ്റീപ്പായിട്ടുള്ള ഈ സ്ഥലത്തേക്കൂടെ നമ്മളിങ്ങനെ പേടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്രണ്ടിൽ പോവാണ്. വേണ്ട, ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ രണ്ട് സൈഡിലും ഇവിടെ കൊക്കയും ഇവിടെയും കൊക്കയാണ്. ഈ ഒരു പാറയുടെ നടുക്കേ കൂടെ ഇത് കുറച്ച് അഡ്വഞ്ചറാണ്. അപ്പോൾ നമ്മൾ ഈ ട്രക്കിങ്ങിന് വരുമ്പോൾ കുറച്ച് വെള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലും കരുതുക, അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇതിലൂടെ നടന്നു വേണം നമ്മൾ ആ ഒരു പച്ച ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടി. അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് എത്താൻ വേണ്ടി. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ നിൽക്കുന്നത് കുറച്ച് റിസ്ക്കാണ്, പക്ഷെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റ് അടുത്തെത്തിയിരിക്കുന്നു. ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡിൽ നിന്ന് ഗൂഗിളിൽ അടിക്കുവാണെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ കിട്ടും. നല്ലൊരു ട്രാവലായിരിക്കും. ഐ മീൻസ് കുറച്ച് ട്രക്കിംഗ് ഉണ്ടാവും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു കാര്യമാണ്. അത്യാവശ്യം മഞ്ഞും തണുപ്പൊക്കെ ഉള്ളപ്പോൾ വരിക. വെളുപ്പിനൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ആയിരിക്കും. രാവിലെ ജിമ്മിൽ പോകാൻ പറ്റാണ്ട് ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിൽ വന്നിട്ട് പുഷപ്പ് എടുക്കുന്നത് ഗൈസ്.